കഴുത കണ്ടിട്ട് കാണാത്തൊരു കണ്ടോളിട്ടാ. അതിനോട് ഇതൊക്കെ പറയണ നമുക്ക് അറിയില്ല കേട്ടോ. കുറെ കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങളെ പറ്റി, ഫ്രണ്ട്സൊക്കെ വരുന്നോണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ പുതിയ റൂം മാറിയെന്ന് പറഞ്ഞില്ല ഞാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എല്ലാവരും പുതിയ റൂമായതുകൊണ്ട് എനിക്കിങ്ങനെ കാണിച്ചു തരാൻ തോന്നിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, പുറം ഞാൻ അവസാനം കാണിച്ചു തരാം, ഞാൻ ഉള്ളാദ്യം കാണിച്ചു തരാം. എൻ്റെ നമ്മളാ പുറത്തേക്കുള്ള വ്യൂ ഇതാ കേട്ടോ. നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഞാൻ കാണിച്ചു തരാം, വേറെ കാണിച്ചു തരാം. ഇതാണ് ഹാള്, റൂമ്. ഇത് ഹാള്, ഇത് റൂം ഒക്കെ അടുത്ത് തന്നെ കേട്ടോ. ചെറിയ റൂമാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് കിച്ചൺ വരുന്നത്, ഇതാണ് റൂം വരുന്നത്, ഇത് ഒരു ഹാള് സെറ്റപ്പ്, ഇത് ബാത്റൂം. ഞാൻ ഓരോന്നും വിശദമായി കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം വരുന്നത്. ഉണ്ടോ, ബാത്റൂമാണ് ഇത് വരുന്നത്. ഓക്കെ, ബാത്റൂമിൽ കാണാൻ മാത്രമൊന്നുമില്ല. ഇനി ഇത് നമ്മളെ ഷൂറാക്കാണ്, നമ്മള് സാധനങ്ങളൊക്കെ വെക്കും. ആദ്യം കിച്ചൺ തുടങ്ങാം. ഇതൊരു പൂജാമുറി കേട്ടോ. ഇതിൽ ഷിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കും. എന്താ പറയുക, ബൂട്ടും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിരിക്കണം. ഇതാണ് കിച്ചൺ വരുന്നത്. ഇത് വാട്ടർ പ്യൂരിഫയർ. ഇത് നമുക്ക് മന്ത്ലി റെന്റ് ഉള്ള രീതിയിലാണ്. നിങ്ങൾക്ക് വൺ ടൈം പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ റെന്റഡ് ആട്ടോ, മന്ത്ലി റെന്റഡ് ആണ്. ഇത് ഷെൽഫും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ഇത് പുതിയതാണ്. ഇതിപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചതാണ്. നല്ല സോയാബീൻ്റെ ഇത് ചോറ്, ഇത് കുക്കിംഗ് ആണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇപ്പം ജിമ്മിലൊക്കെ പോക്കുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ എയർ ഫ്രയർ, പിന്നെ എന്താ പറയുക മിക്സർ, പിന്നെ ഇതാട്ടോ എൻ്റെ. ഇത് രാവിലെ ആയാൽ റെഡി ആവും കേട്ടോ. ഇപ്പോൾ വാടിയത് നോക്കണ്ട, രാവിലെ ആയാൽ റെഡി ആവും. വെള്ളം നനച്ചിട്ടുണ്ട്. പേര് ഇതിന് റെഡി നട്ടങ്ങളെ പേര് ഇട്ടിട്ട് ഞങ്ങളല്ല, ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ എൻ്റെ അനിയനും കസിനും ഉണ്ട്. പക്ഷെ രാവിലെ വൈകുന്നേരമൊക്കെ ഉണ്ടല്ലോ, ഇതാ ഇപ്പോൾ ഈ ഒരു വിൻഡോ കൂടി ഫുൾ സൺലൈറ്റ് ആയിക്കാരം. വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആയാലും ഇത് തന്നെ ആക്കാരം അവസ്ഥ. രാവിലെ ആയാൽ ഈ വിൻഡോ കൂടി ആക്കാരം ഫുൾ എന്താ പറയുക ലൈറ്റ്. വൈകുന്നേരം ആയാൽ ഈ വിൻഡോ കൂടി. രണ്ട് ഓപ്പോസിറ്റിന് പുറത്തൊക്കെ കണ്ടില്ലേ, അധികം വീടുകളൊന്നുമില്ല. ഞാൻ മേലെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് റൂം വരുന്നത്. റൂം കണ്ടില്ലല്ലോ. ഇത് ബെഡ്, ഇതൊരു ലാമ്പ്. ഇതൊക്കെ പ്രാവശ്യം റൂം ഓറിയൻറ്റേഷൻ മേടിച്ചാൽ കേട്ടോ. ഇതൊരു ബീൻ ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ കാണുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇത്ര റൂം വരുന്നുള്ളൂ കേട്ടോ. റൂം ഇതന്നെ ഇപ്പോൾ 3 ആൾക്ക് നമ്മൾ ഇതിൻ്റെ ഷെൽഫാട്ടോ. ഷെൽഫ് ഇത് ഒന്നുമില്ലാണ്ട് ഫർണിച്ചർ അല്ലാണ്ട് നമുക്ക് കിട്ടിയ റൂമാണ്. ഇങ്ങനെ ആക്കിയെടുത്തതാണ്. ഇത് ആചാര്യൻ്റെ ഒക്കെ ബുക്ക്. ഇതൊന്നും ഞാൻ എഴുതിയിട്ടേനില്ല. ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉപയോഗിക്കാതെ വെച്ചേക്ക്. ഇതിൻ്റെ SMKൻ്റെ ഹെൽമെറ്റ്, ഇതിൻ്റെ പഴയ റൂമത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇത് പിന്നെ കസിൻ്റെ ലാപ്ടോപ്പ്. അതിനോട് ഇതൊക്കെ പറയണ നമുക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. നല്ലൊരു കാഴ്ച കണ്ടോളി. ഇവ കണ്ടില്ലാറുണ്ട്. ചെമ്മരിയാടാണത്, സാധാ ആട് കേട്ടോ. ഞാൻ മേലേക്ക് കാണിച്ചു തരാം. ഈ വീഡിയോക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ടിലാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം എടുക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് കട്ടൊന്നും ചെയ്യുന്നില്ല. ഇതാണ് മേലെ ഭാഗം വരുന്നത്. ഇത് രാവിലെയാണ്. ഇത് വൈകുന്നേരത്തെ ഒരു ചൂടുള്ള വെയിലെങ്കിലാണ്. രാവിലെ അടിപൊളിയാണ്. ഇവിടെ ഉണ്ടോ നല്ല ഒഴിഞ്ഞ പ്രദേശം. ഡ്രസ്സ് അലക്കിയിടുന്ന സ്ഥലം. ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അലക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇതൊക്കെ പ്രൊഫസർമാരെന്താ വീടാന്നൊക്കെ പറഞ്ഞ് കുറേ കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങളെ പറ്റി, ഫ്രണ്ട്സൊക്കെ വരുന്നോണ്ട്. ഒച്ചപ്പാടായതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഉണ്ടോ നല്ല ഒഴിഞ്ഞ പ്രദേശമാണ്. പിന്നെ എന്താ പറയുക, കണ്ടോളി. ഇവിടെ ഇതിൽ കൂടി ഞാൻ എൻ്റെ ബൈക്ക് ഓടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ചെമ്മരാടി ഉള്ളൂ. ഏതാണിത്? സാധാ ആടിനെ വേക്കം കൊണ്ടു. കഴുത ഉണ്ട് കേട്ടോ. ഇതിൽ കഴുത കണ്ടിട്ട് കാണാത്തൊരു കണ്ടോളിട്ടാ. നമ്മളെ നാട്ടിലുള്ളവരൊക്കെ, പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളവരൊക്കെ കഴുതനെ കാണാൻ ഭയങ്കര കുറവാണ്. ആ പോകുന്ന കഴുത. ഇതാട്ടോ റോഡ് ചെയ്യുന്നത്. പക്ഷെ നല്ല സൗകര്യം. ഈ ഒരു ബിൽഡിങ് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആകെ ഒരു ഒറ്റ റൂമേ ഉള്ളൂ. ഒരു ഒറ്റ 1 BHK ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു 1 RK ഉണ്ട്. 1 RK സെയിലായിട്ടില്ല. 1 BHK ഏതോ ഫാമിലിയോ. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഫാമിലിക്ക് കൊടുക്കുള്ളൂ, സ്റ്റുഡൻസിന് കൊടുക്കില്ല. കാരണം
അപ്പുറം ഇപ്പുറമൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ ഫാമിലീസാണ്. അപ്പോൾ സ്റ്റുഡൻസിന് കൊടുത്താൽ അറിയാമല്ലോ ഒച്ചപ്പാടും ബഹളം കാര്യങ്ങളൊക്കെ അതിൻ്റെ കൊടുക്കില്ല. പിന്നെ എന്താ പറയുക അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ എൻ്റെ ഈ റൂമും പിന്നെ ഇവിടെ റൂമുണ്ട് കണ്ടോ, അവിടെ റൂമുണ്ട്. അവിടെ ഒരു ഡൂക്കൊക്കെ ഉള്ള ചെക്കനെ നിൽക്കൽ ആരാറില്ല കന്നഡക്കാരനാ. ഞാൻ ഇതിൻ്റെ ബിൽഡിങ്ങും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ എന്താ പറയുക ടൈൽസ് കിട്ടാണ്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. ഇത് ഗ്രാനൈറ്റ് ആണോ മാർബിളാണോ എനിക്കറിയില്ല, എന്താ സാധനമാണ്. പിന്നെ കാർ പോർച്ചും ഉണ്ട്, കാണിച്ചു തരാം. വേസ്റ്റ് ഇവിടെ കത്തിക്കാട്ടോ ഫ്രണ്ടിൽ തന്നെ, എല്ലാം കൊണ്ട് സൗകര്യമാണ്. ഇതിൻ്റെ വണ്ടി ഇവിടെ, എൻ്റെ ഒരു വണ്ടിയും പിന്നെന്താ പറയുക ആ ഒരു മേലത്തെ ഡൂക്ക് പറഞ്ഞില്ല അതും ഉണ്ടാവും. ഇതിൻ്റെ രണ്ടാമത്തെ വണ്ടി ഇതിൻ്റെ എക്സ്പൾസിൻ്റെ ഇതാട്ടോ കവറാണ്. പിന്നെന്താ പറയുക പിന്നെ ഇതിൻ്റെ കീ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വണ്ടിയും സേഫാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു റൂം തന്നെയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ റൂമിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റ് ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എല്ലാം ചെയ്തിടുക. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.